വയനാട് റിപ്പൺ വാളത്തൂരിൽ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ കരടി കുഞ്ഞിനെ ഉൾവനത്തിൽ വിട്ടു. മേപ്പാടി RRT സംഘം എത്തിയാണ് കരടിയെ പിടികൂടിയത്. കമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. കമൽ, ഇത് ഏത് മേഖലയാണ്? സാധാരണ അവിടെ കരടികളെ കാണാറുള്ള ഇടമാണോ? എങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഈ കരടിക്കുഞ്ഞ്? പൊതുവേ ഈ കരടികൾ അങ്ങനെ ജനവാസ മേഖലയിൽ ഇറങ്ങാറില്ല. ഇത് മേപ്പാടിക്കടുത്ത് റിപ്പൺ വാളത്തൂരിലാണ് സംഭവിച്ചത്. ജനവാസ മേഖലയിൽ എത്തിയ കരടിക്കുഞ്ഞ് ഒരു കുഴിയിൽ വീണ് കിടക്കുകയായിരുന്നു. അവിടെയുള്ള ആളുകൾ ഇത് കണ്ട വനം വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. മേപ്പാടി RRT സംഘത്തിലെ BFO സുധീഷ്, അതുപോലെ മാനു കുന്നമ്പറ്റ, ശ്രീകാന്ത്, മേപ്പാടി ബഡേരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സഹദേവൻ, മറ്റ് അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലത്തെത്തിയാണ് ഈ കരടിയെ പിടികൂടിയത്. കരടി കുഴിയിൽ നിന്ന് കരടിയെ പുറത്തേക്ക് കയറ്റി വലയിൽ കുടുക്കി അതിനുശേഷം വാഹനത്തിൽ കയറ്റി ഉൾവനത്തിൽ കൊണ്ടുപോയി വിടുകയായിരുന്നു. ഇതിനു മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുത്തങ്ങയിലും ഇതുപോലെ ഒരു കരടിക്കുഞ്ഞ് ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. അതിനെയും വനത്തിൽ തുറന്നു വിടുകയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്യജീവികൾ നേരിടുന്നുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ കരടി കുഞ്ഞുങ്ങളടക്കം ജനവാസ മേഖലയിൽ എത്തുന്നത് എന്നറിയില്ല. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആളുകൾ വിവരമറിയിച്ചു. RRT സംഘവും ബഡേരി സെക്ഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കരടിക്കുഞ്ഞിനെ സുരക്ഷിതമായി പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു.